ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇങ്ങനെ വചനവുമായിട്ട് ആയിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചന ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ് ലേഖനം 3-ാം അധ്യായം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ആ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ 17-ാം വാക്യത്തിൻ്റെ അവസാനം 18-ാം വാക്യത്തിൻ്റെ ആദ്യവുമാണ് നമ്മൾ ചിന്തിച്ചത്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കാൻ വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. അങ്ങനെ നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അറിയുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കുന്നു എന്നവിടെ നമ്മൾ കാണുന്നുണ്ട്. 2 കാര്യങ്ങൾ അറിയാനുള്ള പ്രാപ്തി എന്തൊക്കെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ. ഈ 2 കാര്യങ്ങൾക്കും ഈ 2 കാര്യങ്ങളും അറിയുവാൻ നിങ്ങൾ പ്രാപ്തരായി തീരണം എന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രാപ്തി നമുക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ അതിനൊരു പ്രീ റിക്വസൈറ്റ് ഉണ്ട്, അതിനൊരു ആവശ്യമുണ്ട്. എന്താണ്? നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് ചിന്തിച്ചതുകൊണ്ട് ഞാനതിലേക്ക് തിരിച്ചു പോകുന്നില്ല. അപ്പം അങ്ങനെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി കഴിയുമ്പോൾ ഒന്നാമത് നമുക്ക് പ്രാപ്തി ലഭിക്കുന്നത് എന്താണ്? വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാൻ. ഇവിടെ ഞാനിങ്ങനെ ചിന്തിച്ചു, 4 അളവുകളെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുകയാണ്. ഏതൊക്കെയാണ്? വീതി, നീളം, ഉയരം, ആഴം. അപ്പോൾ ഈ ഫിസിക്സൊക്കെ പഠിക്കുമ്പം അതിനകത്ത് നമുക്കറിയാം 1 ഡയമെൻഷൻ ഉണ്ട്. അതായത് ഒരളവ് മാത്രം, നീളമായിരിക്കാം, വീതിയായിരിക്കാം, ഏതെങ്കിലും ഒരളവ് മാത്രം. ഇനി 2 ഡയമെൻഷൻ ഉണ്ട്. എന്താണ്? നീളം, വീതി. ഇനി 3 ഡയമെൻഷൻ ഉണ്ട്. നീളം, വീതി, ഉയരം. പക്ഷെ ഇവിടെ അതിനുമപ്പുറത്ത് 4 ഡയമെൻഷനാണ് പറഞ്ഞിരിക്കുന്നത്. നീളം, വീതി, ഉയരം, ആഴം. ഓക്കെ. അപ്പം മനുഷ്യൻ്റെ ചിന്തയിൽ ആഴവും ഉയരവും തമ്മിൽ അവർ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ആഴത്തിനെയും ഉയരത്തിനെയും അവർ ഹൈറ്റ് എന്നുള്ള ഒറ്റ ഡയമെൻഷനിലാണ് പറയുക, ഒറ്റ അളവിലാണ് പറയുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ 3 ഡയമെൻഷൻ, 3 അളവുകൾ എന്നുള്ളതിനെ കവച്ച് വെച്ചിട്ട് ഇത് 4 ഡയമെൻഷനായി, 4 അളവുകളായി. എന്താ? നീളം, വീതി, ഉയരം, ആഴം. നോക്കിക്കേ. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ അപ്പോസ്തലൻ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 4 ഡയമെൻഷനുകളും ഈ 4 അളവുകളും ഗ്രഹിക്കണം. എങ്ങനെ ഗ്രഹിക്കണം? സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ നിങ്ങൾ പ്രാപ്തരായിത്തീരണം, കഴിവുള്ളവരായിത്തീരണം. ഈ 4 ഡയമെൻഷൻസ്
എന്താണ്? നീളം, വീതി, ഉയരം, ആഴം. അപ്പം നീളവും വീതിയും അത് എന്താണ്? ഒരു പ്ലെയിൻ സർഫസാണ് അല്ലേ? എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അത് ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്രതലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നീളവും വീതിയും മാത്രം വരുമ്പോൾ 2 ഡയമെൻഷനായി കഴിയുമ്പം അതൊരു നിരപ്പായിട്ടുള്ള പ്രതലമാണത്. ഇനി അവിടുന്ന് വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് മുകളിലേക്ക് ഉയരവും വെർട്ടിക്കലി താഴേക്ക് ആഴവും ഇതാ പറഞ്ഞേക്കുന്നത്. അപ്പം നീളവും വീതിയും എന്ന് പറയുന്നത് ഒരേ നിരപ്പിലുള്ള ഒരു സമതലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമനിരപ്പിലുള്ള 2 ഡയമെൻഷനാണ്, 2 അളവുകളാണ് നീളം, വീതി അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുക്കുകയാണ്. ആ പേപ്പറിന് നീളമുണ്ട്, വീതിയുണ്ട്. അതൊരു എന്താണ്? ഒരു പ്ലെയിൻ ആണത്, ഒരു സമപ്രതലമാണത്. അതൊരു സമപ്രതലമാണ്. അപ്പം ഈ സമപ്രതലത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇനി ഉയർന്നു പറയുമ്പം ഈ സമപ്രതലത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നത് അത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇനി ആഴെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും താഴ്ന്നു നിൽക്കുന്നതാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അതായത് ഈ നീളവും വീതിയും കൂടെ നമ്മൾ വച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ നിലവാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിലയിൽ ഉള്ളൊരു പ്രതലമായിട്ടൊരു പ്ലെയിനായിട്ട് വരിക, ഒരു സർഫസ് ആയിട്ട് വരിക അത്. അപ്പം നമ്മളുടെ രീതിയിലുള്ള നമ്മുടെ നിലവാരത്തിലുള്ള ഒരു ഏരിയ ആണത്. ഇനി ഉയരത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മളെക്കാൾ ഉയരമുള്ളതാണ്. ആഴത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മളെക്കാൾ താഴെയുള്ളതാണ്. അപ്പം ഇത് മൊത്തത്തിൽ ഗ്രഹിക്കാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകണം എന്നാണ് പറഞ്ഞത്. പ്രാപ്തരാകണം എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ന് പലപ്പോഴും സഭകൾക്കകത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ഡയമെൻഷനും കൂടെ ഒരുമിച്ച് വരുന്നില്ലെന്നുള്ളതാണ് സഭകൾക്കകത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം 2 പേര് സഭയ്ക്കകത്ത് ഒരേ നിലവാരത്തിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ സ്നേഹം കാണുമായിരിക്കും, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണുമായിരിക്കും. പക്ഷെ തങ്ങളെക്കാൾ ഏതെങ്കിലും രീതിയിൽ ഉയർന്നവരെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല, താണവരെയും അങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. ഉയർന്നവർക്ക് താഴേക്കും സ്നേഹിക്കാൻ പറ്റാറില്ല, താണവർക്ക് മുകളിലേക്കും സ്നേഹിക്കാൻ പറ്റാറില്ല. ഇതിങ്ങനെ ഈ ഡയമെൻഷൻ ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുക ചെയ്യുന്നത് സഭകൾക്കകത്ത് മിക്കവാറും അല്ലേ? നമ്മൾ നമ്മുടെയൊക്കെ സഭകളെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഡയമെൻഷനലായിട്ടുള്ള വ്യത്യാസങ്ങൾ, വേർതിരിവുകൾ അത് മാറിയിട്ട് എന്ത് സംഭവിക്കണം? സകല വിശുദ്ധന്മാരോടും ഒരുമിച്ച് ഇത് മൊത്തത്തിൽ നിങ്ങൾ ഗ്രഹിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. എന്ത്? സഭ എന്ന് പറയുന്നത് നീളവും വീതിയും മാത്രമല്ല, ഉയരവും ആഴവുമുള്ള ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു ശരീരമാണ് സഭ എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയണം എന്നാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് ശരിക്കും ആ സഭയുടെ തികഞ്ഞ ഐക്യതയെ കാണിക്കുന്നത്. എല്ലാ നിലവാരത്തിലുള്ളവരെയും ഒരുപോലെ കാണാനായിട്ട് കഴിയുന്ന ആ ഒരു തികഞ്ഞ ഐക്യതയാണ് അതവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. നോക്കിക്കേ, 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം, റോമാലേഖനം 10-ാം അധ്യായം നമ്മളെടുത്തിട്ട് അതിൻ്റെ
മൂന്നും നാലും വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പം അത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അവർ എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ നീതി അവരറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. എന്നിട്ട് 4-ാം വാക്യം പറയുക: വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അപ്പം ക്രിസ്തുവിൽ വരുമ്പോൾ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുകയാണ്. അത് നിങ്ങളുടെ നിലവാരത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നിങ്ങളെക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നിങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നിലവാരം ഏതാണെങ്കിലും വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഉയർച്ച താഴ്ചകൾ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. വിശ്വസിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവൻ, അവൻ വലിയവനോ ചെറിയവനോ ആരുമാകട്ടെ, അവർക്കെന്ത് ലഭിക്കുന്നു? നീതി ലഭിക്കുന്നു. അവൻ നമ്മുടെ നിലവാരത്തിലുള്ളവനാണെങ്കിലും നമ്മേക്കാൾ ഉയർന്നവനാണെങ്കിലും നമ്മേക്കാൾ താഴ്ന്നവനാണെങ്കിലും ആ നീതി അവന് ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ നിലവാരത്തിലുള്ളവരും നമ്മളെക്കാൾ നിലവാരം കൂടിയവരും നമ്മളെക്കാൾ നിലവാരം കുറഞ്ഞവരും എല്ലാം നീതീകരിക്കപ്പെട്ടതെങ്ങനെയാണ്? വിശ്വാസത്താലാണ്. നാം എല്ലാവരും ഏത് നിലവാരത്തിലുള്ളവരാണെങ്കിലും നാം എല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട പാപികളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആർക്കും പ്രശംസിക്കാനായിട്ട് വകയില്ല അതിനകത്ത്. ഞാൻ വലിയവനായതുകൊണ്ട്, എനിക്ക് പൈസ ഉള്ളത് കൊണ്ട് അല്ല, ഞാൻ ചെറിയവനായതുകൊണ്ട് അല്ല, അതൊന്നും പറയാനായിട്ടില്ല. വിശ്വാസത്താൽ മാത്രമാണ് നീതി നമുക്ക് ലഭിച്ചത്. വിശ്വാസത്താൽ മാത്രമാണ് നാം നീതീകരിക്കപ്പെട്ടത്. ഇനി അതിൻ്റെ 11-12 വാക്യങ്ങൾ ഏത്? റോമാലേഖനം 10-ാം അധ്യായം തന്നെ അതിൻ്റെ 11-12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. നോക്കിക്കേ, ഇവിടെ പറയുക, 11-ാം വാക്യത്തിൽ പറയുക, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അതാരുമായിക്കൊള്ളട്ടെ, ഉയർന്നവനോ താണവനോ നമ്മുടെ അതേ നിലവാരത്തിലുള്ളവരോ ആരുമാകട്ടെ, നമ്മൾ മനസ്സിലാക്കണം, അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ലജ്ജിച്ച് പോകുകയില്ല. നാം യേശുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുന്ന അതേ ഗൗരവത്തോടെയും ഘനത്തോടെയും നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മേക്കാൾ മുകളിലുള്ളവരും നമ്മേക്കാൾ താഴെയുള്ളവരും അവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരും ലജ്ജിച്ചു പോകുകയില്ല. എന്നിട്ട് 12-ാം വാക്യം പറയുക: യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. യഹൂദന് കുറേ പാരമ്പര്യങ്ങളുണ്ട്, യവനന് പാരമ്പര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. അങ്ങനെ പാരമ്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വ്യത്യാസവും ഇതിനകത്തില്ല. പിന്നെ എല്ലാവർക്കും കർത്താവ് ഒരുവൻ. ആരായി എല്ലാവരും? നമ്മുടെ നിലവാരത്തിലുള്ളവർക്കും നമ്മളെക്കാൾ ഉയർന്നവർക്കും നമ്മളെക്കാൾ താഴ്ന്നവർക്കും എല്ലാവർക്കും കർത്താവ് ഒരുവനാണ്. മാത്രമല്ല, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുന്നവനുമാണ്.
അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നിലവാരത്തിൽ ഉള്ളവരെ മാത്രം പരിഗണിക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ നിലവാരത്തിലുള്ളവർ മാത്രം നീതി പ്രാപിക്കുകയല്ല ചെയ്തത്. നമ്മേക്കാൾ ഉയർന്നവരും താണവരും ഒക്കെ നീതി പ്രാപിച്ചിട്ടുണ്ട്. എങ്ങനെ? നാം എങ്ങനെ പ്രാപിച്ചോ അതുപോലെയാണ് അവരും പ്രാപിച്ചത്. അങ്ങനെ അവർ വിശ്വസിച്ച് നീതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും ലജ്ജിച്ചു പോകുകയില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവനാണ്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ഒരു മനോഭാവമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനി 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം അവിടെ വളരെ വിശദമായിട്ട് താൻ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരവയവമല്ല, പലതത്ര. ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ഇവിടെ സഭയെ ഒരു ശരീരമായിട്ടും സഭയിലെ അംഗങ്ങളെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ടും അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് എന്താണ് താൻ അവിടെ പറയുന്നത്? അവിടെ പറയുന്നു, ശരീരം ഒന്നാണ്, പക്ഷെ അവയവങ്ങൾ പലതാ. നേരത്തെ നമ്മൾ 4 ഡയമെൻഷൻ പറഞ്ഞല്ലോ എന്നതുപോലെ ശരീരം ഒന്നാണ്, പക്ഷെ ആ ശരീരത്തിന് അവയവങ്ങൾ പലതാണ്. അവയവം പലതായതുകൊണ്ട് പല ശരീരമില്ല, ശരീരം ഒന്നേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. നീളവും വീതിയും ഉയരവും ആഴവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് സഭയ്ക്കകത്ത് പല ഗ്രൂപ്പുകളില്ല. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സഭ മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുക, യഹൂദന്മാരോ യവനന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. എന്നിട്ട് പറയുക, ശരീരം ഒരവയവമല്ല പലതത്ര. നമ്മൾ നേരത്തെ പറഞ്ഞ പല ഡയമെൻഷൻസ് അവിടെ വരുന്നുണ്ട്. ഒരു ഡയമെൻഷനിലല്ല നിൽക്കുന്നത്, ഒരേ തലത്തിലല്ല നിൽക്കുന്നത്, പല തലങ്ങളിലായത് നിൽക്കുന്നത്. ഓക്കെ. പക്ഷെ ഇതെല്ലാം കൂടിയ ശരീരം, അതാണ് സഭ. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയുക, ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാല് പറഞ്ഞാൽ
അത് ശരീരത്തിലുള്ളതല്ലെന്ന് വരുമോ? ഇപ്പോൾ നോക്കിക്കേ, കൈ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്, കാല് താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്ന കാല് പറയുക, അയ്യോ ഞാൻ ഇത്ര താഴ്ന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഈ സഭയ്ക്കകത്ത് ഉള്ളവനൊന്നുമല്ല, എനിക്ക് ഈ സഭയ്ക്കകത്തൊന്നുമില്ല, ഞാൻ ഈ സഭയുമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ആകുമോ? ഇല്ല. കാല് താഴെയാണെങ്കിലും ആ കാലും കൂടെ കൂടുന്നതാണ് എന്ത്? ശരീരം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ആഴത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പം നീ എത്ര താണവനാണെങ്കിലും സഭയ്ക്ക് നിന്നെ വേണം. അതാണ്. ഞാൻ താണവനായതുകൊണ്ട് സഭയ്ക്ക് എന്നെ ആവശ്യമില്ല എന്ന് ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, എന്നിട്ട് പറയുക ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നു. ഇപ്പം കണ്ണ അമ്പിൽ വയ്ക്കുന്നത്, ചെവി പുറകിലാണ് നിൽക്കുന്നത്. ഇപ്പം എന്നെ പുറകിൽ നിർത്തിയേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ശരീരത്തിലുള്ളതല്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. നീ മുമ്പിൽ നിന്നാലും പുറകിൽ നിന്നാലും നീ ഒരു ശരീരമാണ്, ഒരു ശരീരത്തിൻ്റെ അവയവമാണ്. നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവമാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് വരുമ്പം ചോദിക്കുക, ശരീരം മുഴുവൻ കണ്ണായാൽ സ്മെല്ലിങ്, ഘ്രാണം എങ്ങനെ നടക്കും? അല്ല, ശ്രവണം എങ്ങനെ നടക്കും? കേൾവി എങ്ങനെ നടക്കും? അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സഭയ്ക്കകത്ത് എല്ലാവരും കണ്ണാണെങ്കിൽ, ശരീരത്തിൽ മൊത്തം കണ്ണാണെങ്കിൽ കേൾക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം ഒരേ നിലവാരത്തിലെ ആളുകളാണെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കില്ല. അപ്പം അവിടെ പറയുന്നത് അവയവങ്ങൾ പലതാണ്, പക്ഷെ ശരീരം ഒന്നാണ് എന്നാണ് പറയുന്നത്. അവയവങ്ങൾ പലതാണെങ്കിലും ശരീരം ഒന്ന്. എന്നിട്ട് പറയുക, 26-ാം വാക്യം പറയുക, അതുകൊണ്ട് ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ മുഴു ശരീരവും എന്ത് ചെയ്യും? കഷ്ടം അനുഭവിക്കും. ഒരു ശരീരത്തിന് ഒരു അവയവത്തിന് സന്തോഷമാണെങ്കിൽ ശരീരം മുഴുവൻ സന്തോഷിക്കും. ഈ ഒരു ഐക്യത, അതാണ് എഫേസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നീളവും വീതിയും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിച്ചറിയുവാൻ. പ്രിയമുള്ളവരെ, സഭയ്ക്കകത്ത് പല നിലവാരത്തിലുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ച് പേരെ സഭയ്ക്ക് ആവശ്യമില്ല എന്നല്ല. അങ്ങനെ ചിന്തിക്കരുത്. ആരും ആരെയും കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇതൊരു ശരീരമാണ്. ഇതിൽ പല നിലവാരത്തിലുള്ള, പല തലത്തിലുള്ള അവയവങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു വെക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവിടെ പറയുക? അന്യോന്യം പോഷ്കു പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പം വിശ്വാസികളെക്കുറിച്ച് അവിടെ പറയുകയാണ്, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആ പഴയ മനുഷ്യനെ കളഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ മനുഷ്യനെ ധരിച്ചു. എന്നിട്ട് 11-ാം വാക്യത്തിൽ പറയുക, അതിൽ ഈ പുതിയ മനുഷ്യനിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, സകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. നോക്കിക്കേ, പഴയ മനുഷ്യനായിരുന്നപ്പോൾ അതിനകത്ത് ഈ ഉയർന്നവനും താണവനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിശ്വസിച്ചപ്പോൾ, ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, സഭയിലേക്ക് വന്നപ്പോൾ
നമ്മൾ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. ഏത് പഴയ മനുഷ്യനെ? ഈ ഉയർന്നവനും താണവനും അതിനേക്കാൾ താണവനും ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ പഴയ മനുഷ്യനെ എല്ലാവരും ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചു. അങ്ങനെ ആ സഭയിൽ വന്നത്. ഈ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത, അതിനകത്ത് ഈ നിലവാരങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല. അതാ പറഞ്ഞത്. ഏതില്ല? പുതു മനുഷ്യനിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പം നമ്മുടെ നിലവാരത്തിലുള്ളവരാണെങ്കിലും നമ്മേക്കാൾ ഉയർന്നവരാണെങ്കിലും നമ്മേക്കാൾ താണവരാണെങ്കിലും അവരെക്കുറിച്ചെല്ലാം കൊലോസ്യൻത്തിൽ പറയുന്നു. അവരെല്ലാവരും ആ പഴയ മനുഷ്യനെ കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചു. ആ പുതിയ മനുഷ്യനായി കഴിയുമ്പോൾ പിന്നെ ഈ നിലവാരത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇല്ല. കാരണം എല്ലാവരിലും ക്രിസ്തുവാണ് ഉള്ളത്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാവരിലും ക്രിസ്തുവാണെങ്കിൽ ഞാൻ എൻ്റെ മുകളിൽ നിൽക്കുന്നവരെ നോക്കുമ്പോൾ അവരിൽ ഞാൻ കാണുന്നത് ക്രിസ്തുവിനെയാണ്. എൻ്റെ താഴെയുള്ളവരെ നോക്കുമ്പോൾ അവിടെയും ഞാൻ കാണുന്നത് അതേ ക്രിസ്തുവിനെയാണ്. എന്നിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഞാൻ കാണുന്നത് അതേ ക്രിസ്തുവിനെയാണ്. കാരണം ഈ മൂന്ന് കൂട്ടരിലും ആ ക്രിസ്തുവാണ് വസിക്കുന്നത്. നാം ക്രിസ്തുവായി മാറ്റപ്പെടുകയല്ല, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വ്യത്യാസത്തിന് പിന്നെ സാധ്യതയില്ലെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒന്നായിത്തീരുകയാണ്. എഫെസ് ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. എഫെസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ നീളവും വീതിയും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയണമെങ്കിൽ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. ഇന്ന് നമുക്കത് കഴിയാത്തത് ഈ കർത്താവ് വിഭാവനം ചെയ്തിരിക്കുന്ന ആ സ്നേഹത്തിലേക്ക് നാം എത്താത്തത് കൊണ്ടാണ്. ആ ഐക്യതയിലേക്ക് നാം എത്താത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടിവരവ് അത് സഭയാണെങ്കിൽ അതൊരു ശരീരമാണ്. പണ്ടോരോ പറഞ്ഞു, ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ബട്ട് ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. സഭ ഒരു ഓർഗനൈസേഷനല്ല, ഒരു സംഘടനയല്ല. സഭ ഒരു ഓർഗാനിസമാണ്. ഇറ്റ് ഈസ് എ ബോഡി. അതൊരു ശരീരമാണത്. ഓർഗനൈസേഷനകത്ത് വലിപ്പച്ചെറുപ്പങ്ങളൊക്കെ ഉണ്ട്, സംഘടനയ്ക്കകത്ത്. പക്ഷെ ശരീരത്തിൽ അതില്ല. നോക്കിക്കേ, നമ്മളായിരിക്കുന്നത് ഓർഗനൈസേഷനിലാണോ ഓർഗാനിസത്തിലാണോ എന്ന് അറിയാൻ വളരെ എളുപ്പമാണ്. ഓർഗനൈസേഷനാണെങ്കിൽ, സംഘടനയാണെങ്കിൽ അതിൽ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങൾ കാണും. എന്നാൽ ഓർഗാനിസമാണെങ്കിൽ, ഒരു ശരീരമാണെങ്കിൽ അതിനകത്ത് പല അവയവങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ശരീരമായിട്ടാണ് നിൽക്കുക. അവിടെ കൈയും കാലും തമ്മിൽ സ്ഥാനത്തിൻ്റെ പേരിൽ കലഹമില്ല. കണ്ണും കാതും തമ്മിൽ അതിൻ്റെ
ജോലിയുടെ പേരിൽ സണ്ടയില്ല. കഴിവുകളുടെ പേരിൽ അസൂയയും കുത്തിത്തിരിപ്പുമില്ല. ഇതൊരു ശരീരമാണ്. പ്രിയമുള്ളവരെ, വാട്ട് ഡു യു തിങ്ക്? നിങ്ങളെന്ത് ചിന്തിക്കുന്നു? നമ്മളിന്നായിരിക്കുന്നത് സഭയിലാണോ അതോ സംഘടനയിലാണോ? ദൈവം നമ്മെ വിളിച്ചത് ഒരു സംഘടനയ്ക്കകത്തായിരിക്കാനല്ല, ഒരു സംഘടനയുടെ അംഗങ്ങളായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. അവൻ നമ്മെ വിളിച്ചത് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ടാണ്. അതാ അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ 4 ഡയമെൻഷനും നിങ്ങൾ മനസ്സിലാക്കണം. സകല വിശുദ്ധന്മാരോടും കൂടെ സഭ എന്ന് പറയുന്നത് ഈ 4 ഡയമെൻഷനെയും ഉൾക്കൊള്ളുന്നതാ സഭ. ഇതിനകത്ത് വ്യത്യാസം വരാൻ പാടില്ല. ഒരിക്കലും വ്യത്യാസം വരാൻ പാടില്ല. ഒരിക്കലും വ്യത്യാസം വരാൻ പാടില്ല. പണമുള്ളവനും ഇല്ലാത്തവനും, പഠിപ്പുള്ളവനും ഇല്ലാത്തവനും, നിറമുള്ളവനും ഇല്ലാത്തവനും, കഴിവുള്ളവനും ഇല്ലാത്തവനും, ഉള്ളവനും ഇല്ലാത്തവനും ഒരു വ്യത്യാസവും ഉണ്ടാകരുത്. കാരണം നാമെല്ലാവരും ഒരു ശരീരമാണ്. നാമെല്ലാവരും വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരാണ്. നമ്മിലെല്ലാവരിലും ക്രിസ്തുവാണ് വസിക്കുന്നത്. നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇത് അറിയാൻ നിങ്ങൾ പ്രാപ്തരാകണമെന്നാണ് അപ്പോസ്തലൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതൊന്ന് ശരിയായ രീതിയിലൊന്ന് അറിയുവാൻ അവിടെ നിന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ഏറ്റവും വലിയ അറിവ്. ഒരു സഭയ്ക്കകത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളിലൊന്നിതാ. ഇതൊരു ഓർഗാനിസമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ്സ് ആൻ ഓർഗാനിസം. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ആഗോള സഭയ്ക്കകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാം ഓർഗനൈസേഷൻ്റെ, സംഘടനകളുടെ പേരിൽ വെട്ടിത്തിരിച്ച് മാറ്റി നിർത്തി സംഘടനകളുടെ നിലവാരത്തിനനുസരിച്ച് പലതും കാട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതൊരു സംഘടനയല്ല, ഇതൊരു ശരീരമാണെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം. നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ഈ സന്ദേശം നമുക്ക് കൈമാറാം. ദൈവം നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന് വെച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് തുടരാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിൻസ് പാസ്റ്ററെ പ്രാർത്ഥിക്കാമോ? സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ആ ക്രിസ്തു എന്ന തലയോട് ഞങ്ങളുടെ ശരീരമാകുന്ന സഭയിലേക്ക് ഞങ്ങളെ ചേർത്ത് കർത്താവെ, അങ്ങ് കാണിച്ച മഹാദയക്കായി സ്തോത്രം. ഈ സ്നേഹം കർത്താവെ അനേകരിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അതിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും കർത്താവെ അത് അറിഞ്ഞ് കർത്താവെ അത് അറിയുവാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൽ വേരൂന്നുവാൻ, ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ കർത്താവെ നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭകളെ അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം പറയുന്ന കർത്താവെ പ്രദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലെയും കർത്താവെ ആ സ്നേഹത്തിലേക്ക് നയിക്കണമേ. അതിന് ആ പ്രാപ്തിയിലേക്ക് വരുവാൻ കർത്താവെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ സമ്പൂർണമായി ഞങ്ങളുടെ തിരുഹിതത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.